ഹായ് ഫ്രണ്ട്സ്, വിൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് അങ്ങാടിപ്പുറത്താണ്. ഇവിടെ JN ബാഗ്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നിരവധി ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളെല്ലാം കാണുകയുണ്ടായി. അതുപോലെയുള്ള ഒരു യൂണിറ്റാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ കൂടെയുള്ളത് JN ബാഗ്സിൻ്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ജയേട്ടനാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ രീതി, കാര്യങ്ങളെല്ലാം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ജയേട്ടാ, നമ്മളിപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്? നമ്മളിവിടെ ബ്രെഡ്, ബന്ന്, തേങ്ങ ബന്ന്, ബർഗർ, സാമൂരി അങ്ങനെ ഉള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല വൃത്തിയോടുകൂടി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? ഇതിന് നമ്മൾ എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? ഇത് മൈദ, പഞ്ചസാര, പിന്നെ ഇംപ്രൂവർ, യൂട്ടൺ, ഇതൊക്കെ ഇതാണ് ഉപയോഗിക്കുക. പിന്നെ വനസ്പതി, നെയ്യ് ഇതൊക്കെ ഉണ്ടാവും. അതാണ്. പിന്നെ ഈ മൈദോള് തന്നെ യമുന മാവുണ്ട്, പ്രിൻസ് ഉണ്ട്. അങ്ങനെ 2 മൈദയിൽ അങ്ങനെ പണിയെടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെ നോക്കി വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അത് ഈ മൈദയൊക്കെ എന്താണ്, പിന്നെ അടുത്തൊരു ഇതിന്റെ പ്രവർത്തനം എന്താണ്? നമ്മൾ പ്രൊഡക്ഷനിൽ ഇപ്പോ പൊടിയെടുത്തിട്ട് മിക്സറിലിട്ട് മിക്സ്, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതി? ആദ്യം അതിന്റെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കും, ഒക്കെ അളവിന് തൂക്കമായിട്ട് എടുക്കുക ചെയ്യാം. ഒരു 60 കിലോ മാവിലേക്കാണ് എടുക്കുക. അങ്ങനെ അല്ലാതെ തൂക്കി എടുക്കുക ചെയ്യാം. ആദ്യം പഞ്ചസാര എടുക്കും, പിന്നെ അതിക്ക് വേണ്ട യൂട്ടൺ, ഇംപ്രൂവർ, അങ്ങനെ പാൽപ്പൊടി ഇതൊക്കെ എടുക്കുക. പിന്നെ ലാസ്റ്റാണ് മൈദ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ്. പിന്നെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാവും. മെയിൻ ഈസ്റ്റിലാണ് ഇത് പൊന്തി വരിക. അങ്ങനെയാണ് പ്രോസസ്സിങ് നടക്കുക. ഈസ്റ്റിലാണ് ഈ ബ്രെഡ്, ബന്ന് എല്ലാ ഐറ്റവും. ഈസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. അതേപോലെ സാൾട്ട്, അതെല്ലാവരും ഉപയോഗിക്കും. ഇതിൽ കുഴച്ച മാവ് പിന്നെ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിന്ന് പിന്നെ കറക്റ്റ് അളവിന് ഒരു ബ്രെഡിന് എത്ര വേണ്ടിച്ചാൽ ആ അളവിന് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. ആ കട്ട് ചെയ്തിട്ട് പോണത് പിന്നെ ഈ ഇതിൽ കിടന്ന് റൗണ്ട് ചെയ്ത് ബോളാക്കും. അങ്ങനെയാണ്. അപ്പോൾ ഓരോന്നിനും ആവശ്യമായിട്ടുള്ള വലുപ്പത്തിലുള്ള ബോളുകളാക്കി മാറ്റും. അപ്പം അത് ഇതിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ മാവ് ഇടും. കുഴച്ച മാവ് ഇതിന്ന് ഇതിക്കിടും നേരെ അതിലേക്ക്. പിന്നെ കട്ട് ചെയ്ത് പോവുക. ഇത് കട്ട് ചെയ്ത് പോണതാണ്. ഇതിന്ന് കട്ട് ചെയ്തിട്ട് ഇതിക്കാ പോവുക. അങ്ങനെയാണ്. അത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ അത് ബോൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെതായ അളവിന് കട്ട് ചെയ്ത് പോകും. അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അളവാണ്. അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് അത് ഈ മെഷീനിലേക്ക്. ഈ മെഷീനിൽ നിന്ന് പിന്നെ എന്താ ചെയ്യുന്നത്? ഈ മെഷീനിൽ വന്നാൽ നമ്മളൊക്കെ ഇവിടെ വാങ്ങി വെക്കുന്നുണ്ട്. നന്നായിട്ട് മോൾഡറിൽ ഇടുക. അങ്ങനെയാണ്. ഈ ട്രേകളിലേക്ക് മാറ്റും. ട്രേകളിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ മോൾഡ് ചെയ്ത് വിടുക. അങ്ങനെയാണ്. ട്രേകളിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ മെഷീനിലേക്ക് അത് പിന്നെ മോൾഡായിട്ട് വരും. മോൾഡായിട്ട് വരും. പിന്നെ ബ്രെഡിന്റെ മോൾഡിലേക്ക് ഇടുക, മാറ്റി വെക്കും. അത് പിന്നെ മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ ആക്കെ മാറ്റിയത് പിന്നെ ഒരു 2 മണിക്കൂർ കഴിയണം ഓവനിൽ കഴിച്ചണമെങ്കിൽ. അങ്ങനെയാണ്. ആ പൊന്തി വരണം. അങ്ങനെയാണ്. അത് ബ്രെഡ് പൊന്തി വന്നതിന് ശേഷം പിന്നെ അത് അതിന്ന് എടുക്കും. ഓവൻ ടൈം സെറ്റ് ചെയ്തതിന് ശേഷം. ആ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോ ഇത് ഇങ്ങനെ ആവണിച്ചാല് ഇതേപോലെ ഇടുക. ബ്രെഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊന്തി വരണമെങ്കിൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ വരും. അതിങ്ങനെ കാലാവസ്ഥൻ്റെ പോലെയാണ്. തണുപ്പുണ്ടാകുമ്പോൾ കമ്മിയായിട്ട് വരും, ചൂട് ഇതിൽ വേഗം പൊന്തി വരും. അങ്ങനെയാണ്. പിന്നെ ആ ട്രാളി ഒന്നായിട്ട് 130 ബ്രെഡാണ് വരിക. ആ 130 ബ്രെഡും ഒറ്റ ഇതിൽ ഒരുമിച്ച് ഓവനിലേക്ക് ഒരുമിച്ച് പോകും. അങ്ങനെയാണ്. പിന്നെ ഓവനിൽ കിടന്ന് അത് നിശ്ചിത സമയം 45 മിനിറ്റിൽ ആവും. അതായി കഴിഞ്ഞാൽ ഓവൻ അലർന്നടിച്ചു കഴിഞ്ഞാൽ ഇറക്കുക. ഇപ്പൊ നമ്മള് 3 ഓവൻ ചൂടാറാൻ വേണ്ടി ഇട്ടുന്നതാണ്. ആയിട്ട് ഇതിങ്ങനെ ഈ ഞെറ്റിലിട്ട് ചെയ്യാം. പിന്നെ ആയി കഴിഞ്ഞാലാണ് ഇത് 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യും. ഇതൊരു മണിക്കൂർ തണുക്കാൻ വേണ്ടി ഇവിടെ വെക്കും. അപ്പൊ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഓവനിലേക്ക് ഇത് കട്ട് ചെയ്യും. സ്ലൈസറിലേക്ക് മാറ്റും. അങ്ങനെ സ്ലൈസറിൽ മാറ്റി കട്ട് ചെയ്ത് എടുക്കും. അത് പിന്നീട് പാക്ക് ചെയ്യും അല്ലേ? അങ്ങനെയാണ്. എന്നിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മള് സീലറൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ട് മാർക്കറ്റിൽ നമ്മള് കവറിന്മേൽ സീലടിച്ച് ഡേറ്റ് അടിച്ച് അങ്ങനെ മാറ്റുക.
നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഈ പ്രൊഡക്റ്റ് എവിടേക്കാണ് ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ എന്താ സൂപ്പർ മാർക്കറ്റിൽ കൂടെ, കടയിൽ കൂടെ, പിന്നെ ഈ ലൈനിൽ പോണ വണ്ടികളുണ്ടാവും, അവർ വന്ന് സാധനം എടുത്തുകൊണ്ട് പോകും. ഇവിടെ വന്ന് എടുത്തു പോകും. അങ്ങനെ 2-3 വണ്ടിക്കാർ അങ്ങനെ എടുത്തുകൊണ്ട് പോകും. അതാണ്. എങ്ങനെയാണ് ആളുകളുടെ ഒക്കെ ഒരു റെസ്പോൺസ്? എന്താണ് പ്രതികരണം? നല്ല അഭിപ്രായമാണ്. നല്ല മൂവിങ് ഉണ്ട്. ഞങ്ങൾ ആദ്യം കുറെ കാലമായി ഞങ്ങൾ ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് പിന്നെ അച്ഛനായിരുന്നു ആദ്യം. പിന്നെ അച്ഛൻ വയസ്സായപ്പോൾ പണി നിർത്തിയപ്പോൾ ഞാൻ തുടങ്ങിയ. പിന്നെ ഞങ്ങൾ പരിഹാരത്തായിരുന്നു ആദ്യം നടന്നിരുന്നത് ബേക്കറി. പിന്നെ അന്ന് മെഷീനറി ഇത്ര തന്നെ തോനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ മെഷീനറിക്കുള്ള ലോണും കാര്യങ്ങളൊക്കെ ബിന്നർ പറഞ്ഞ ഒരു ലോണൊക്കെ ശരിയാക്കി തരുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ ലോണിൻ്റെയും മെഷീൻ്റെ ഒക്കെ ഇത് ശരിയാക്കി തന്നത്. പിന്നെ ഞങ്ങൾ ഈ ഓവൻ എടുത്തതും പിന്നെ ലോൺ ശരിയാക്കിയതും സബ്സിഡീൻ്റെ ഒക്കെ ബിന്നർ അസോസിയേഷൻ എന്ന് പറഞ്ഞ ആളാണ് ശരിയാക്കി തന്നത്, സബീർ പറഞ്ഞിട്ടുള്ള ആൾ. ഇപ്പോൾ ഞങ്ങൾ വർക്ക് തുടങ്ങിയ ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ലോൺ എടുത്തതിൻ്റെ സബ്സിഡി, മെഷീനറിക്ക് സബ്സിഡി ഉണ്ട്, അത് 35%. അതങ്ങനെ ബാങ്കിൽ 10 ലക്ഷം വന്ന് കിടക്കുന്നുണ്ട്. അത് ലോണിൻ്റെ അക്കൗണ്ടിലാണ് വന്ന് കിടക്കുക. പിന്നെ ഞങ്ങൾ ഭാര്യയും അമ്മയും ഞാനും പിന്നെ മക്കളും കൂടും. മക്കൾ 2 മക്കളാണ്. അവർ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് പണിക്കാർ പാക്കിങ്ങിനും ഇതിനും മാത്രമേ ഇതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പണിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജയൻ ബാഗ്സിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. എങ്ങനെയാണ് അവർ ബ്രെഡ് ഉണ്ടാക്കുന്നത്, മറ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്, അവരുടെ കുടുംബം ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതുപോലെയുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇപ്പോൾ തന്നെ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും വിന്നർ അസോസിയേറ്റ്സിലൂടെ ലഭിക്കുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി വിൻടോക്സിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു യൂണിറ്റിൻ്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.